channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻവോയ്സ് ബില്ലുകളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ കഴിയാറുണ്ട്. അത് എന്താണ് റൗണ്ട് ഓഫ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇൻവോയ്സിൽ ടോട്ടൽ എമൗണ്ടിൽ പോയിന്റിന്റെ അപ്പുറത്ത് വരുന്ന സംഖ്യകളെ റിമൂവ് ചെയ്ത് അതൊരു റൗണ്ട് ആക്കി ഒരു റൗണ്ടിങ് എമൗണ്ട് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് റൗണ്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ റൗണ്ടിങ് മെത്തേഡ് ടാലി പ്രൈമിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒരുപാടായി നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞാനൊരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒരു പർച്ചേസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. വൗച്ചേഴ്സ് ഓപ്പൺ ചെയ്തു, പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇൻവോയ്സ് നമ്പർ ആണ്. അപ്പൊ ഇതൊക്കെ ഒന്നും ഞാൻ അത്ര ഇതായിട്ട് പറയുന്നില്ല, കാരണം നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ പർച്ചേസും സെയിലും ഒക്കെ എങ്ങനെ ചെയ്യാന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇതാ പാർട്ടിയുടെ പേര് കൊടുത്തു. ഇതെല്ലാം ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ടിയുടെ നെയിം. അതുപോലെ തന്നെ പർച്ചേസ് ലെഡ്ജർ, പർച്ചേസ് അക്കൗണ്ട് കൊടുത്തു. ഐറ്റംസ് ഇപ്പൊ ഞാൻ ഇതിൽ 2 ഐറ്റംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഐറ്റംസ് ഞാൻ ഇവിടെ ഒരു ക്വാണ്ടിറ്റി കൊടുക്കുന്നുണ്ട്. ദെൻ റേറ്റ് നമുക്ക് ഒരു എമൗണ്ട്, ഒരു റേറ്റ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്ത ഐറ്റം ഇപ്പൊ 2 ഐറ്റംസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ടാക്സ് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിൽ CGST SGST ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് CGST കൊടുത്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് SGST സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 7355.26 ആണ്. അപ്പൊ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 26 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ടോട്ടലിലേക്ക് മാറ്റി വരണം. അതായത് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആ സംഖ്യനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് കൊടുക്കാം. Alt C ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ. ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നെയിം കൊടുത്തു റൗണ്ട് ഓഫ്. ഇതിന്റെ ഗ്രൂപ്പ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഗ്രൂപ്പ് കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമുക്കിവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പൊ ഇതിൽ നമ്മൾ മറ്റു ലെഡ്ജേഴ്സുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോട്ട് അപ്ലിക്കബിൾ ആണ് കൊടുക്കാറ്. എന്നാൽ റൗണ്ട് ഓഫ് എന്ന് പറയുന്ന ഈ ലെഡ്ജറിൽ ഇപ്പൊ ഇതിൽ ഡിസ്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ഇൻവോയ്സ് റൗണ്ടിങ് ഉണ്ട്. അപ്പൊ ഡിസ്കൗണ്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റൗണ്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവോയ്സിലാണ് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ ഇതില് ഇൻവോയ്സ് റൗണ്ടിങ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ റൗണ്ടിങ് മെത്തേഡ് ചോദിക്കുന്നുണ്ട്. ഈ റൗണ്ടിങ് മെത്തേഡിൽ നമുക്ക് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഡൗൺവാർഡ് റൗണ്ടിങ് ഉണ്ട്, നോർമൽ റൗണ്ടിങ് ഉണ്ട്, അപ്വാർഡ് റൗണ്ടിങ് ഉണ്ട്. അപ്പൊ ഈ ഡൗൺവാർഡ് റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് കൊടുത്തു. അപ്പൊ ഇതില് റൗണ്ട് ഓഫ് എന്നുള്ളതിൽ നമുക്കിവിടെ എമൗണ്ട് വന്നിട്ടുള്ളത് -0.26 ആണ്. അപ്പൊ ടോട്ടൽ ഇപ്പൊ എമൗണ്ട് എത്രയായി? 7355 അതായത് പോയിന്റിന്റെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു 26 കുറക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതാണ് ഡൗൺവാർഡ് മെത്തേഡ്. അപ്പൊ ഇവിടെ മൊത്തം എമൗണ്ട് 7355 റൗണ്ട് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഇതിനൊന്ന് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇതില് ഡൗൺവാർഡ് റൗണ്ടിങ് നമ്മൾ നോക്കി. ഇനി അപ്വാർഡ് റൗണ്ടിങ് എന്താന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ അപ്വാർഡ് റൗണ്ടിങ് കൊടുത്തിട്ടുണ്ട്, ആക്സെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എമൗണ്ടിൽ എന്താണ് മാറ്റം വന്നിട്ടുള്ളത്? ഇപ്പൊ ഇവിടെ റൗണ്ട് ഓഫ് എന്നുള്ളതിൽ 0.74 ആയിട്ട് റൗണ്ട് ചെയ്ത് വന്നു. അപ്പൊ ഇവിടെ ടോട്ടൽ എമൗണ്ട് 7356 ആയി കൂടുകയാണ് ചെയ്തത്. അതായത് കുറവുണ്ടായിരുന്ന, ഇപ്പൊ 26 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ 26ന്റെ കൂടെ എത്ര കൂടി കൂട്ടിയാലാണോ 1 ആവുന്നത്, ആ 1 കൂടി കൂട്ടി ഇവിടെ 7356 ആയി. 1 രൂപ കൂടുകയാണ് ചെയ്തത് നമ്മളിവിടെ അപ്വാർഡ് കൊടുത്തപ്പോ. അപ്പൊ ഡൗൺവാർഡും അപ്വാർഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നോർമൽ റൗണ്ടിങ് ആണ്. നോർമൽ റൗണ്ടിങ് ആണ് നമ്മളിവിടെ സാധാരണയായിട്ട്, അതായത് എപ്പോഴും നമ്മൾ ഈ റൗണ്ട് ഓഫ് കൊടുക്കുമ്പോൾ നോർമൽ റൗണ്ടിങ് ആണ് കൊടുക്കേണ്ടത്. നോർമൽ റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വരിക എന്ന് വെച്ചാല്
50 പൈസന്റെ മുകളിലാണ്, പോയിന്റിന്റെ അപ്പുറത്ത് 50 പൈസയാണ് ഉള്ളത് എങ്കിൽ അത് 1 ആയിട്ട് കൂടും. 50ന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ 1 ആയിട്ട് കുറയാണ് ചെയ്യാം. ഇപ്പൊ ഇതിൽ വന്നത് നോക്കി നോക്കൂ. ഇപ്പൊ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, നമുക്ക് ഇവിടെ 0.26 ആയിരുന്നു പോയിന്റിന്റെ അപ്പുറത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അത് 50ന് താഴെയാണ്, അതുകൊണ്ടാണ് ഇവിടെ 7355 ആയിട്ട് കുറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് 50ന് മുകളിലേക്ക് പോയിന്റ് വരുമ്പോ അതെങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരിക എന്നുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിവിടെ ക്വാണ്ടിറ്റി റേറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ റേറ്റ്. ഇപ്പൊ ഇവിടെ മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ റൗണ്ട് ഓഫ് ഇവിടെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയി എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനിപ്പോ അതവിടെ മാറ്റി. ഇപ്പൊ കണ്ടോ, ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 6926.86 ആണ്. അപ്പൊ 86 എന്ന് വന്നപ്പോ അവിടെ 50ന് മുകളിലേക്ക് കടന്നു. ഇനി നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിട്ടാണ് മാറുക എന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ഞാനിവിടെ റൗണ്ട് ഓഫ് എന്ന് പറയുന്ന അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇവിടെ എമൗണ്ടിൽ ഇപ്പൊ മാറ്റം വന്നു. ഈ എമൗണ്ടും കൂടി അതിലേക്ക് കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. 14 പൈസ കൂടിയിട്ട് അത് 1 രൂപ ആയിട്ട് കൂടി 6927 ആയിട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പൊ നോർമൽ റൗണ്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ മാറും. 50ന് മുകളിൽ ഉണ്ടെങ്കിൽ 1 രൂപ കൂടും, 50ന് താഴെയാണെന്നുണ്ടെങ്കിൽ 1 രൂപ കുറയും. അപ്പോഴാണ് ഈ മൈനസ് വരും, കുറയുമ്പോഴാണ് ഈ റൗണ്ട് ഓഫ് മൈനസ് വരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഈ പർച്ചേസിന് സേവ് ചെയ്യാം. ഇനി ഇതുപോലെ നമുക്കൊരു സെയിൽസും കൂടി ചെയ്ത് നോക്കാം. അപ്പൊ സെയിൽസ് വൗച്ചർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ബിൽ നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞ് പാർട്ട് ഞാനിവിടെ ക്യാഷ് ആണ് കൊടുക്കുന്നത്, ക്യാഷ് സെയിൽ ആണ്. കസ്റ്റമർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്കിവിടെ ഫില്ല് ചെയ്യാം, കസ്റ്റമറുടെ പേരും ഡീറ്റെയിൽസും. ഞാനിപ്പോ അത് കൊടുക്കുന്നില്ല. സെയിൽസ് ലെഡ്ജർ, സെയിൽ അക്കൗണ്ട് കൊടുത്തു. ദെൻ ഐറ്റംസ് നമുക്ക് 2 ഐറ്റംസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. റേറ്റ് ഞാനിവിടെ ഒരു റേറ്റ് അടിച്ചു കൊടുക്കുകയാണ്, സെറ്റ് ചെയ്തിട്ടില്ല. അടുത്ത ഐറ്റം ഇനി നമുക്കിതില് ടാക്സ് കൊടുക്കാം. ഇപ്പൊ ഇതില് വന്നിട്ടുള്ളത് 200 ആണ് നമ്മുടെ എമൗണ്ട്. അപ്പൊ 200.56 വന്നു, 50ന് മുകളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പൊ ആ 56 നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്തിട്ട് വരണം. റൗണ്ടിങ്, റൗണ്ട് ഓഫ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ അത് എന്തായിട്ട് മാറി, 201 ആയിട്ട് കൂടി. 50ന് താഴെ ആവുമ്പോ അത് 199 ആയിട്ട് കുറയാണ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാലിയിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.